ചിക്കൻ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് ഉമ്മ അങ്ങ് എടുത്ത് കണ്ടം കൊണ്ടം വെട്ടിക്കളഞ്ഞു. ഇനി എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ പൊട്ടിത്തെറിക്കണ്ടെന്ന് വിചാരിച്ചു ഞാനതെടുത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് അതിൽ ഓൾ സ്പൈസസും കാര്യങ്ങളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലുള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത്. രണ്ടും രണ്ട് ഡിഫറൻസ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ. എന്നാൽ സിമിലർ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ്. ഈ ഒറ്റ ഒരു ചിക്കൻ മാരിനേറ്റും കൊണ്ട് നമുക്കിതാ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുനാഫ ഡോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേർമിസെല്ലിയോ കാര്യങ്ങൾ എടുക്കാം. പക്ഷേ കുനാഫ ഡോ ആട്ടോ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ എടുത്തിട്ട് കുനാഫ അതിൽ ഒന്ന് ചുറ്റിയെടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമോസ ഷീറ്റ് കട്ട് ചെയ്തിട്ടുള്ള അതിലേക്കും ഇത് ഫുള്ളായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അത്യാവശ്യം പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ. എന്നിട്ട് ഓയിലിട്ടിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലക്കൂട്ടാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമാണ് ഇത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ സ്നാക്സ് ഐറ്റംസും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസിന് വേണ്ടി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് റഷാസ് റെസിപ്പി.